सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. मोटू रक्षिके ഐഡിയ അല്ല, ഇവളുടെ മുടി വെള്ളയാണല്ലോ. അല്ല, കറുപ്പാണ്, ചുവപ്പാണ്, വെള്ളയാണ്. പത്തിലും ഇവള് വിടുന്ന ലക്ഷണമില്ലല്ലോ. എന്റെ മോട്ടു, ആ കളിയൊക്കെ ഒരു പ്രാവശ്യം നടക്കുള്ളൂ മോട്ടു. മോട്ടു പത്ലു, ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാ. ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തിശാലികളെന്ന്. ഞങ്ങൾ ഈ ലോകം തന്നെ കീഴടക്കുമെന്ന് ആർക്കും ഞങ്ങളെ തടയാനാകില്ല. നിന്നെ കൊണ്ടുമാവില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ നീ കാണാൻ പോവുകയാ. ഒരു ദിവസം നിങ്ങൾ എല്ലാവരും എന്റെ കാൽക്കൽ വന്ന് വീഴും. മാപ്പ് നീ ചോദിക്കുവേടാ. നന്മയ്ക്കും തിന്മയ്ക്കുമുള്ള മത്സരത്തിൽ വിജയമെന്നും നന്മയ്ക്ക് മാത്രമായിരിക്കും. അത് മറക്കണ്ട. നിങ്ങളാകട്ടെ ഞങ്ങളുടെ ഗസ്റ്റ്. മോട്ടു പത്ലു, മാപ്പ് അപേക്ഷിക്ക്, എന്നിട്ട് അടിമയെ പോലെ ജീവിക്ക്. ഞാൻ നിനക്ക് മാപ്പ് തരാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ജയിലിലായിരിക്കും. മനസ്സിലാക്കിക്കോ. പിന്നെ ജോൺ, 24 മണിക്കൂർ നേരവും ഇവരുടെ മേൽ ഒരു കണ്ണുണ്ടാവണം. ഈ മോട്ടും പത്ലവും ഒരിക്കലും ഇവിടെ രക്ഷപ്പെടാൻ പാടില്ല. എന്താടോ തനിക്ക് നാണമില്ലേ? നീ നിന്റെ നാട്ടുകാരെയൊക്കെ മൊത്തം ഉപേക്ഷിച്ച് ആ 3 പേരുടെ കൂടെ കൂടിയല്ലേ? ഇല്ല പത്ലു, ഞാൻ പറയട്ടെ, ഈ 3 പേരെയും വിശ്വസിക്കരുത്. നമ്മൾ 2 പേരും ഈ ഫുർഫുറി നഗരത്തിന് വേണ്ടി ജീവൻ തന്നെ കൊടുക്കും. പക്ഷെ ഇവരെ കണ്ടില്ലേ? എടോ ജോണെ, തന്റെ തലപ്പത്തി പാളുണ്ടാവാം. ഞങ്ങൾക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഒരു അവസരം കിട്ടിയ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരുവടാ. ഇല്ല പത്ലു, എനിക്ക് 3 പേരോടും ഒടുക്കത്തെ കലിപ്പാണ്. എന്നെ വീണ്ടും വീണ്ടും തടയരുത്, തടയരുത്. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഇനി ജോണായിരിക്കും. എന്റെ പൊന്നു മോട്ടു, നീ ഇത്രയ്ക്ക് മണ്ടനായിരുന്നു. നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതല്ലേ, പിന്നെ നീ അകത്തേക്ക് കയറി നിന്നിനാ? ഗോതമ്പുണ്ട തിന്നാനാണോ? എനിക്ക് പുറത്തേക്ക് പോകണം. എങ്ങനെ? എപ്പോ? ഇപ്പൊ എങ്ങനെയാണോ നീ ദേഷ്യം വന്ന് പുറത്തേക്ക് പോയത്, അതുപോലെ. അതെ അതെ, അപ്പൊ എനിക്ക് പുറത്ത് പോയേ പറ്റൂ. അല്ല, എനിക്കെന്താ അത് ഓർമ്മ വരാത്തത്? കുഴപ്പമില്ല, ഇനി ഒരിക്കൽ എനിക്ക് പുറത്തു പോകാൻ പറ്റിയ യുവമാരെ ഇടിച്ച് പഞ്ചറാക്കിയിട്ടേ ബാക്കിയുള്ളൂ. എനിക്കെന്താ പുറത്തേക്ക് പോകാൻ പറ്റാത്തത്? എന്റെ മോട്ടു, ഞാൻ നിന്നെ എന്താ ചെയ്യാ? മിണ്ടാതെ ഇവിടെ വന്ന് ഇരിക്കാൻ നോക്ക്. ഇതെന്താ സംഭവിക്കുന്നേ? ഫുർഫുറി നഗരവാസികൾക്ക് പിങ്കി പാങ്കി പോങ്കിയുടെ ഹലോ, നമസ്കാരം. നമ്മുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ അത്രയ്ക്ക് നല്ല രസകരമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ ഫുർഫുറി നഗരത്തിന്റെ ഉടമസ്ഥർ ഞങ്ങൾ 3 പേർ മാത്രമാണ്. ഇന്നു മുതൽ എന്നല്ല, ഇപ്പോൾ മുതൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നിങ്ങൾ ഈ നഗരത്തിന്റെ ഉടമസ്ഥരാകാൻ പറ്റില്ല. ഞങ്ങൾ ആരും നിങ്ങളെ അനുസരിക്കില്ല, മനസ്സിലായോ? ആരും അനുസരിക്കില്ല. ഓക്കേ, യുവർ വിഷ്. അനുസരിക്കണ്ട. ഇനി പറയ്, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കും ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. ഇനി ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ വരാൻ പോകുന്നത്? അവർ കൈപൊക്കുക.
കൈവക്കരുത്. കാൽ ഉയർത്തിയിട്ട് കാര്യമില്ല. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. അയ്യോ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കണേ. ഓ ബെറ്റർ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൈവശം വച്ചിരിക്കുന്ന കാശും പണവും സ്വർണവും എല്ലാം ഞങ്ങളുടെ മുൻപിൽ എത്തിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് ആ വിലപിടിപ്പുള്ള ഡയമണ്ട് ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഏത് ബാങ്കിലാണത്? എനിക്കറിയാം. ഓഹോ, നിനക്കറിയാല്ല. എന്നാ വട. വെരി ഗുഡ്, വെരി ഗുഡ്. അത് എടുത്തോണ്ട് എന്റെ അടുത്തോട്ട് വാ. അതുമാത്രമല്ല, എല്ലാ ബാങ്കിലെയും പണം എടുത്തോണ്ട് എന്റെ അടുത്തേക്ക് വാ. കാരണം അതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? എനിക്ക് മാത്രം. ഓ, രക്ഷിക്കൂ. ഭക്ഷണം. പൊളിക്കണ്ടല്ല. ഓ മോട്ടു, എന്റെ ചങ്ക എണീക്കൂ. മോട്ടു എണീക്കൂ. പത്തുലു എഴുന്നേറ്റ്. ഞാൻ സ്വപ്നം വല്ലോ കാണുവാണോ? എന്റെ സ്വപ്നത്തില് ഞാൻ തന്നെ എന്നെ കാണാൻ വരുമായിരുന്നു. എന്റെ കൂടെ നീ ഉണ്ടായിരുന്നു എന്നെ കാണാൻ. ഇതെന്താ? ഇതെങ്ങനെ സംഭവിച്ചേ? ഇനിയിപ്പൊ ഞാൻ സ്വപ്നം കാണുകയാണോ? മോട്ടു പത്ലു, ഇത് സ്വപ്നല്ലട്ടാ. ഇത് ഞങ്ങളാണ്, കസിറ്റാറാമും ഡോക്ടർ ജഡ്കയും. അതെ എന്റെ ചങ്കുകളെ, ഞങ്ങള് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? ഓ എന്റെ ചങ്കുകളെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഫുർഫുറി നഗരത്തെ പിന്നെ ആരാ രക്ഷിക്കുക? ഇതാ, ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ചെറുതാകും. ചെറുതായി പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഇതാ, ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ രൂപത്തിലാകും ചങ്കുകളെ. എന്റെ വല്യേട്ടാ, കൂട്ടുകാരെന്ന് വെച്ചാ നിങ്ങളെ പോലെ വേണം വല്യേട്ടാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ വരെ തരുന്നതാണ്. എന്റെ കയ്യിലുള്ളത് മുഴുവൻ തരും. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, എന്റെ പൊന്നു മോട്ടു, നീ എന്നെയും കൂടെ പറഞ്ഞ് വിഷമിപ്പിച്ചല്ലോ. കഷ്ടം കഷ്ടം. ഈ സമയം ഇങ്ങനെ വിഷമിച്ചിരിക്കാനുള്ള സമയമല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. അവിടെ ചിങ്കൻ സാറിന്റെ കയ്യിൽ ഞാൻ നിങ്ങൾക്കുള്ള സൂപ്പർ പവറുള്ള ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ ഡ്രസ്സ് ധരിച്ച് ആ 3 പേരെയും തോൽപ്പിക്കണം. അതിനുള്ള ശക്തി നിങ്ങൾക്ക് ആ ഡ്രസ്സിൽ നിന്ന് ലഭിക്കും. എന്നിട്ട് ആ പിങ്കി പാങ്കി പോങ്കിയുടെ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുക്ക്. പക്ഷേ വലിയേട്ടാ, നിങ്ങൾ എന്താ ഞങ്ങളുടെ കൂടെ വരാത്തത്? ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇപ്പൊ അത് സാധ്യമല്ല. നിങ്ങളെ രണ്ടുപേരെ ഇവിടെ കണ്ടില്ലെങ്കിൽ അവര് കൂടുതൽ അലർട്ട് ആവില്ലേ? അവര് നിങ്ങളെ അന്വേഷിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് തയ്യാറാവാനുള്ള സമയം കിട്ടുകയില്ല. ഞാനും കസീട്ടാറാമും മോട്ടുവും പത്രവുമായി ഇവിടെ തന്നെ ഇരുന്നോളാം. അവര് വിചാരിച്ചോട്ടെ നിങ്ങള് രണ്ടുപേരും ഇവിടെ കിടക്കുന്നതെന്ന്. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ പ്ലാൻ എന്തായാലും കലക്കിയിട്ടുണ്ട്. മോട്ടു വാ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം. താങ്ക് യു ഡോക്ടർ ജഡ്ക. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. താങ്ക് യു കൂട്ടുകാരെ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കേ, ഇനി നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം കേട്ടോ. എന്റെ അമ്മോ മോട്ടുപത്ലു, നിങ്ങൾ വേഗം ഈ മരുന്ന് കഴിക്കൂ 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 കഴിക്കൂ. ഇനി നമ്മൾ ആവുന്നതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ലല്ലോ. വിഷമിക്കണ്ട വിഷമിക്കണ്ട, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഈ സൂട്ട് ഇട്ടോളൂ. കൊള്ളാം. ശരി ശരി. ഫിറ്റല്ലേ? എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. പമ്പിങ് തുടങ്ങാൻ പോവാണ്.
ഇനി മോട്ടോന് വലിയേട്ടന് കണ്ടുപിടുത്തമൊക്കെ ഭയങ്കര അടിപൊളി തന്നെ അല്ലേ? ഈ സൂട്ട് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടുപേരെയും കാണാൻ ഒരു സൂപ്പർമാനെ പോലെയുണ്ട് അല്ലേ പത്ലു? ആ ഗുളിക കഴിച്ചതിന് ശേഷം എനിക്ക് ആ സൂപ്പർ ഹീറോയുടെ പവർ ഫീൽ ചെയ്യുന്നുണ്ട് പത്ലു. ഒരു വല്ലാത്തൊരു സുഖം തന്നെയാണ് എനിക്കിപ്പോൾ. പത്തുലു എന്റെ പവർ കണ്ടോ? എന്റെ പവർ കണ്ടോ? ഇപ്പോഴെനിക്ക് പറക്കാനും പറ്റുന്നുണ്ട്. പത്തുലു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഈ സൂട്ട് ഇട്ടതിന് ശേഷം പറക്കാനും പറ്റുന്നുണ്ട്. ഇനി ലാൻഡ് ചെയ്യാനുള്ള പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. എന്റെ മോട്ടു, നീ അവിടുന്ന് താഴേക്ക് പറഞ്ഞൊന്നും അല്ല. നീ തലയും കുത്തി താഴേക്ക് ഇറങ്ങിയതാ. അതൊരു പവറും കിവറൊന്നും അല്ല. നിന്റെ സൂട്ടിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നീ താഴേക്ക് വീണത്. ദേ കണ്ടില്ലേ? എന്ത്? എന്റെ സൂട്ട് പഞ്ചറായി പോയെന്നോ? ഓ, കുഴപ്പമില്ലെന്നേ. നമ്മൾ സൂപ്പർ പവർ കിട്ടാനുള്ള ഗുളിക കഴിച്ചിട്ടുള്ളതല്ലേ? അതിന്റെ പവർ എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ. ഞാൻ ആ പാറയൊന്ന് പൊട്ടിച്ചിട്ട് വന്നേക്കാം. പവർ വന്നില്ലല്ലോ പത്ലു, പവർ വന്നില്ലല്ലോ. എന്റെ അമ്മോ, ഡോക്ടർ ജഡ്കട മരുന്നും സൂട്ടും രണ്ടും പ്രയോജനപ്പെടുന്നില്ലല്ലോ. വലിയ വാചകടിക്കൊന്നും ഒരു കുറവില്ല. പക്ഷെ പ്രവർത്തനമാണെങ്കിൽ തീരെ ഇല്ല. ഇല്ല 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 ഇല്ല. അല്ല ചിങ്ങം സാറേ, നിങ്ങൾ ഏത് പർവ്വതം പൊട്ടിച്ചെന്നാ പറയുന്നത്? പത്ലു, നിനക്ക് വല്ലതും അറിയാവോ? ആ, അറിയാം. ഇനി നമ്മളൊരു കാര്യം ചെയ്തേ മതിയാകൂ. അവരോട് ജയിക്കാൻ വേണ്ടിട്ട് നമ്മൾ പുതിയ പ്ലാൻ എന്തെങ്കിലും കണ്ടെത്തണം. സൂപ്പർ പവർ കൈവരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് വലിയ പവറുകൾ നമ്മൾ കൈക്കലാക്കണം. ഗുഡ് മോർണിംഗ് മോട്ടു പത്ലു. നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പറയൂ, ഞങ്ങളോട് ക്ഷമാപണം ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ കൂടുന്നോ, അതോ ഈ ജയിലിൽ തന്നെ കിടക്കുന്നോ? ഇല്ല, ഞങ്ങൾ നിങ്ങളോട് ഒരിക്കലും സഹകരിക്കില്ല. അതൊരിക്കലും നടക്കൂല. അതെ അതെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒരിക്കലും സഹകരിക്കില്ല. നിങ്ങൾ സഹകരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണെന്നറിയാം. പക്ഷെ നല്ല സുഹൃത്ത് ബന്ധത്തിന് നടുക്ക് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും. ഞങ്ങൾക്ക് യാതൊരു വീക്ക്നെസ്സും ഇല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർ ജഡ്കയും ഗസിത്താറാമും നിന്റെ ഫ്രണ്ട്സ് ആണെന്ന്. ഈ വടി നീ കണ്ടോ? ഈ വടി കൊണ്ട് ഞാൻ അവരെ രണ്ടുപേരെയും അടിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും ഞാനത് നിർത്തില്ല. അടികൊള്ളുന്നത് അവര്, പക്ഷെ അതിന്റെ അനുഭവം നിങ്ങൾക്കായിരിക്കും. ഈ വടി കൊണ്ടടിക്കും, അതുവരെ ഞാൻ അടിക്കും. നിങ്ങൾ ഞങ്ങളുടെ പക്ഷത്ത് ചേരുന്നത് വരെ. മനസ്സിലാകുന്നുണ്ടോ? Watch India's largest kids library only on Jio Hotstar. Download the app now.